നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രതികരണവുമായി PC ജോർജ്, ഷോൺ ജോർജ് എന്നിവർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതൊരു ലവ് ജിഹാദ് എന്ന രീതിയിലാണ് നേതാക്കന്മാരുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം BJP നേതാക്കളടക്കം ഈ ഒരു വിഷയത്തിൽ നിർണായകമായ പ്രതികരണം നടത്തിയിരുന്നു. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം റമീസിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നൊരു നീക്കമാണ്. പെൺകുട്ടി ജീവനൊടുക്കുന്നതിൽ ഇവർക്കും പങ്കുണ്ട് എന്ന നിർണായക കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഈ ഒരു നീക്കം നടത്തുന്നത്. റമീസ് മാനസികമായി സമ്മർദ്ദം ചെലുത്തിയത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നതടക്കമുള്ള നിർണായക കണ്ടെത്തൽ പോലീസ് നടത്തിയിരിക്കുകയാണ്. പെൺകുട്ടിയുടെ സഹോദരന്റെയും അമ്മയുടെയും അതുമാത്രമല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറുടെയും വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പെൺകുട്ടി റമീസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെയും ചോദ്യം ചെയ്യും. റിമാൻഡിലുള്ള റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങി ആലുവയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. റമീസിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ, വാട്സാപ്പ് ചാറ്റുകൾ എന്നിവ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നിർണായകമായ വിവരങ്ങൾ കണ്ടെത്താനായി എന്ന് തന്നെയാണ് നിഗമനം. മൂവാറ്റുപുഴ DYSP PM ബൈജു, കോതമംഗലം ഇൻസ്പെക്ടർ PT ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിനിടെ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും നിർണായകമായ നീക്കമുണ്ടായിട്ടുണ്ട്. ഈ കേസ് NIA അന്വേഷണത്തിന് ഏറ്റെടുക്കുമോ, NIA അന്വേഷണം ഉണ്ടാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിർണായകമാണ്. എന്തായാലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. മകളുടേത് നിർബന്ധിത മതപരിവർത്തനം, ആ ശ്രമത്തെ തുടർന്നുണ്ടായ ആത്മഹത്യയാണ് എന്ന ആരോപണത്തിൽ വീട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ്. അമ്മ അത്തരത്തിലുള്ള ആരോപണമൊക്കെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അയച്ച കത്തിൽ യുവതിയുടെ അമ്മ എന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. തന്റെ മകളുടേത് നിർബന്ധിത മതപരിവർത്തന ശ്രമത്തെ തുടർന്നുണ്ടായ ആത്മഹത്യയാണ് എന്ന അമ്മയുടെ ആരോപണം തീർച്ചയായിട്ടും അത് ശക്തമേറിയ ആരോപണമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ സംഭവത്തിൽ അറസ്റ്റിലായ സുഹൃത്ത് മുൻ സഹപാഠിയുമായ പറവൂർ പാനായിക്കുളം സ്വദേശി റമീസിന്റെ മാതാപിതാക്കളെ കൂടി കസ്റ്റഡിയിൽ എടുക്കുക എന്ന നിർണായകമായ നീക്കത്തിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, തടഞ്ഞുവയ്ക്കൽ, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് റമീസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. PC ജോർജിന്റെ പ്രതികരണം ഇപ്രകാരമാണ്. സോന എൽദോസിന്റെ ആത്മഹത്യക്ക് കാരണമായ മതം മാറ്റ ശ്രമക്കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നതായി PC ജോർജ് കുറ്റപ്പെടുത്തി. ശക്തമായ നടപടി ആവശ്യപ്പെട്ട് BJP കോതമംഗലത്ത് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരവധി തവണ സിമി ക്യാമ്പുകൾ നടന്ന കുപ്രസിദ്ധമായ ആലുവ പാനായിക്കുളത്താണ് സോനയെ പൂട്ടിയിട്ട് മതം മാറ്റം നടത്താൻ നോക്കിയത്. ഇത് ലവ് ജിഹാദ് ആണ് എന്നും PC ജോർജ് ആരോപിക്കുന്നു. NIA അന്വേഷണം അനിവാര്യമാണെന്നും മുസ്ലിം വോട്ടുകൾ നഷ്ടമാകുമെന്ന് ഭയന്നാണ് CPM പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഒരാഴ്ച മാത്രം സോനയുൾപ്പെടെ 3 പെൺകുട്ടികളെ മതമാറ്റക്കാർ തട്ടിക്കൊണ്ടുപോയ പരാതികളാണ് BJPക്ക് കിട്ടിയത്. കൊട്ടാരക്കരയിൽ നിന്നുള്ള കുട്ടിയെ വീണ്ടെടുത്തു. ഈ കുടുംബം ഇപ്പോൾ വലിയ ഭീഷണി നേരിടുകയാണ്. നിലമ്പൂരിലെ കുട്ടിയുടെ ഒരു വിവരവുമില്ല. സോനയെ പാനായിക്കുളത്ത് വെച്ച് മതം മാറ്റാൻ പ്രേരിപ്പിച്ചവരിൽ പുറത്തു നിന്നുള്ളവരുമുണ്ടെന്നത് ഗുരുതരമായ കാര്യമാണ്. അത് അന്വേഷിക്കാൻ പോലീസ് തയ്യാറല്ല. കുടുംബത്തിലും പോലീസ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ലവ് ജിഹാദിനെതിരെ BJP പോരാടുമെന്നും PC ജോർജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടത്തിയ BJP മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. സമരക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെയാണ് പ്രവർത്തകർ രോഷാകുലരായത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോതമംഗലത്തെത്തും. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം സോന എൽദോസ് ജീവനൊടുക്കിയ സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് BJP വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. മതം മാറണമെന്ന് പറയുക മാത്രമല്ല, അതിനെ നിർബന്ധിക്കുകയും ആ പെൺകുട്ടിയെ പൂട്ടിയിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു. ഇത് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് 3ാമത്തെ പരാതിയാണ് തനിക്ക് കിട്ടുന്നത്. കൊട്ടാരക്കരയിൽ സമാനമായ സാഹചര്യമായിരുന്നു. നിലമ്പൂരിലും അങ്ങനെ തന്നെയെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. കേരളത്തിൽ ഇതൊരു പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ലവ് ജിഹാദിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി വിഷയത്തെ ഗൗരവകരമായി കാണുന്നുവെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചിരിക്കുകയാണ്. നിർണായകമായ പ്രതികരണമാണ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം
സോന അൽദോസിന്റെ മരണത്തിൽ സുഹൃത്ത് റമീസിനെതിരെയുള്ള വാട്സാപ്പ് ചാറ്റുകൾ അടക്കമുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയിരുന്നു. താൻ ആത്മഹത്യ ചെയ്യുമെന്ന് സോന പറയുമ്പോൾ ചെയ്തോളാനായിരുന്നു റമീസിന്റെ മറുപടി. സോനയെ മർദ്ദിച്ചതിന്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നാണ് പോലീസിന് തെളിവുകൾ കിട്ടിയത്. റമീസിനെ നേരത്തെ അനാശാസ്യത്തിന് ലോഡ്ജിൽ നിന്നും പോലീസ് പിടികൂടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ലഹരി കൈവശം വെച്ചതിനും റമീസിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഇക്കാര്യം അറിഞ്ഞപ്പോഴാണ് മതം മാറാനുള്ള തീരുമാനത്തിൽ നിന്നും സോന പിന്മാറിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. റമീസിന്റെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് സോനയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും വീട്ടുകാർ ആരോപിക്കുന്നു. രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സോനയെ റമീസ് വീട്ടിലെത്തിക്കുന്നത്. തുടർന്ന് മതം മാറണമെന്ന് നിർബന്ധിച്ചു. വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു. മതം മാറാൻ പൊന്നാനിക്ക് കൊണ്ടുപോകാൻ കാർ റെഡിയാക്കിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് മർദ്ദനം. പൊന്നാനിയിൽ ചെന്ന് 2 മാസം കഴിഞ്ഞ് രജിസ്റ്റർ മാരേജ് ഉള്ളൂ എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നറിയിപ്പുകൾ റമീസ് നൽകുന്നു. മതം മാറാതെ പറ്റില്ല എന്നും റമീസ് വാശി പിടിക്കുന്നു. മാത്രമല്ല റമീസിന്റെ വാപ്പായും ഉമ്മയും പെങ്ങളും കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ആരോപണമൊക്കെ യുവതിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTI വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച സോന. പുറത്തുപോയിരുന്ന അമ്മ ബിന്ദു ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മുറിയിൽ സോനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ പുറത്തു വന്നതും ഏറെ നിർണായകമായി കേസിൽ മാറി. സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റമീസിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. എല്ലാം മറന്നിറങ്ങിച്ചെന്ന് തന്നോട് മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. റമീസിന്റെ വീട്ടുകാരെയും കേസിൽ പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ നിർബന്ധിത മതപരിവർത്തനത്തിന് കേസെടുക്കാൻ പോലീസ് വിമുഖത കാണിക്കുന്നു എന്ന ആരോപണം കൂടി ശക്തമാകുന്നുണ്ട്. അറസ്റ്റിലായ റമീസിനൊപ്പം സോനയെ വീട്ടിൽ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത മാതാപിതാക്കളെയും ബന്ധുക്കളെയും പ്രതി ചേർക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. കേസിന്റെ ഗൗരവം കുറയ്ക്കാൻ പോലീസ് ആസൂത്രിതമായി ശ്രമിച്ചെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. എന്തായാലും ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നതെല്ലാം നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ്. സുഹൃത്തും കുടുംബവും മതം മാറാൻ നിർബന്ധിച്ചു, തന്നോട് ക്രൂരത കാട്ടി എന്നതടക്കമുള്ള നിർണായകമായ കുറ്റപ്പെടുത്തലുകൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. വീട്ടിൽ നിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പറവൂർ സ്വദേശിയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനുമായ റമീസിനെതിരെ കേസെടുക്കുമെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. കേസെടുക്കുകയും ചെയ്തു. അറസ്റ്റിലായിട്ടുണ്ട്. ഇനി മാതാപിതാക്കളെ പ്രതി ചേർക്കുമോ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. നിർണായകമായ ഒരു സംഭവമാണ്. നിർണായകമായ നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഇതിനിടയിൽ BJP വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.